CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അനുശോചന സന്ദേശം വരികയാണ്. അപൂർവ പ്രതിഭാശാലിയായ ഒരു ഇന്ത്യൻ സംഗീതജ്ഞയാണ് വിടവാങ്ങിയിരിക്കുന്നതെന്നും ജാനകിയമ്മ ജന്മന ശബ്ദമാധുര്യത്താൽ അനുഗ്രഹീതയായിരുന്നുവെന്നും ഈ വാനമ്പാടിയുടെ 1957 ആരംഭിച്ച സംഗീത സപര്യ 2017 അവർ സ്വയം നിർത്തിവെക്കുന്നതുവരെ അഭംഗുരമൊഴുകി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയാണ് അവരെ തേടിയെത്തിയത്. 4 തവണ ദേശീയ പുരസ്കാരമടക്കം നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ഒരു മഹാപ്രതിഭയാണ് കടന്നു പോകുന്നതെന്നും എസ് ജാനകിയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അനുശോചനക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ്. എന്തായാലും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെയും അനുശോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ജാനകിയെപ്പോലെ ഇത്തരത്തിൽ ഈ രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ, കലാരംഗത്തിന് ഇത്രത്തോളം സംഭാവന നൽകിയ ഒരു പ്രതിഭ കടന്നു പോവുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് ജാനകിയുടെ അവർ ഈ ലോകത്തെ വിട്ടു പോവുകയാണെങ്കിലും അവർ നമുക്കായി ചെയ്തു വെച്ച ഓരോ ഗാനങ്ങളിലൂടെയും ഇനിയും വരും തലമുറയ്ക്കും അവരെ അറിയാൻ സാധിക്കും. കൂടുതൽ അവർ ഇനിയും ജീവിക്കും എന്നത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഭയാണ് നമുക്ക് നഷ്ടമാകുന്നത്. സ്വതസിദ്ധമായ ആർജിച്ചെടുത്ത സംഗീതത്തിലൂടെ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച എസ് ജാനകി 20 ഇന്ത്യൻ ഭാഷകളിലായി 48,000-ഓളം ഗാനങ്ങൾ സംഭാവന ചെയ്ത ശേഷം മടങ്ങുകയാണ് എസ് ജാനകി.